ഇറാനിലെ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാന കാരണം തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയുമാണെന്നാണ് പൊതുവിലുള്ള വായന. എന്നാൽ ഇക്കാരണങ്ങൾക്കൊപ്പമോ അതിനേക്കാൾ ഏറെയോ ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് ഇന്ധനം നൽകുന്ന ചില ബാഹ്യ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇറാനിലെ ഭരണം മാറ്റാൻ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ശക്തികൾ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ബാഹ്യ ഇടപെടലുകളെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പ്രധാനമായും ഇസ്രായേൽ ചാരസംഘടന മൊസാദും അമേരിക്കയും ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ചില വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇറാനിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന ഇറാനികൾക്കും അവർക്കൊപ്പം തെരുവിലുള്ള ഓരോ മൊസാദ് ഏജന്റിനും പുതുവത്സരാശംസകൾ നേരുന്നു എന്നായിരുന്നു മൈക്ക് പോംപിയോയുടെ പോസ്റ്റ്. മൊസാദിന്റെ സാന്നിധ്യം ഇറാനിലുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയായിരുന്നു അദ്ദേഹം ഇതിലൂടെ ചെയ്തത്. 2025 ഡിസംബർ അവസാനത്തിൽ മൊസാദിന്റെ ഔദ്യോഗിക ഭാഷയായ ഫാർസി ഭാഷയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ദൂരത്തു നിന്നല്ല മറിച്ച് നേരിട്ട് തന്നെ എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അവർ പങ്കുവച്ചത്. എന്നാൽ ഇത്തരം പരസ്യ പ്രസ്താവനകൾ ഇറാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാനും പ്രതിഷേധക്കാർക്ക് ആത്മവിശ്വാസം നൽകാനുമുള്ള ഒരു തരം സൈക്കോളജിക്കൽ വാർഫെയർ ആയിരിക്കണമെന്നാണ് സൈനിക വിദഗ്ധരുടെ അഭിപ്രായം. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മൊസാദും CIA ഉൾപ്പെടെയുള്ള ചാര സംഘടനകൾ ഉണ്ട് എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇറാൻ ഔദ്യോഗികമായി തന്നെ ഈ പ്രതിഷേധങ്ങൾ വിദേശ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് മൊസാദിന്റെയും CIA ഗൂഢാലോചനയാണെന്ന് തുടക്കം മുതൽ ആരോപിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരെയും അട്ടിമറി സംഘങ്ങളെയും പിടികൂടിയതായി ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് അശാന്തി പടർത്താൻ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വിദേശത്തു നിന്ന് കടത്തിയെന്നും ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം ആരോപിക്കുന്നുണ്ട്. മൊസാദിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പുറമെ US ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം വഷളാക്കിയിട്ടുണ്ട്. 2026 ജനുവരി ആദ്യവാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് നൽകിയ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം വെടിയുതിർത്താൽ അവരെ സംരക്ഷിക്കാൻ അമേരിക്ക നേരിട്ട് ഇറങ്ങുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് ഇറാൻ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുകയും അവർ ഇതൊരു അധിനിവേശ ഭീഷണിയായി കാണുകയും ചെയ്തു. പ്രതിഷേധക്കാർക്ക് ഇന്റർനെറ്റ് സേവനങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ അമേരിക്കൻ സാങ്കേതിക കമ്പനികൾ സഹായിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. UN യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ചില ഉപരോധങ്ങളും ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇറാനിലെ വിദേശ നാണ്യശേഖരത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ റിയാലിന്റെ മൂല്യം ഇടിയാനും പണപ്പെരുപ്പം 42% മുകളിൽ എത്താനും കാരണമായി. ഇതാണ് പ്രതിഷേധത്തിന്റെ കാരണങ്ങളിൽ ഒന്നായത്. ഇറാനിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആരോപിച്ച് ചില യൂറോപ്യൻ രാജ്യങ്ങളും പ്രതിഷേധക്കാർക്ക് ധാർമ്മിക പിന്തുണ നൽകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കുർദിഷ് ബലൂചിസ്ഥാൻ സംഘടനകളുടെ പിന്തുണയും ഇറാനിലെ പ്രതിഷേധക്കാർക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ അതിർത്തി പ്രദേശമായ സിസ്താൻ, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിൽ സായുധ സംഘടനകൾക്ക് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വിദേശ സഹായം ലഭിക്കുന്നതായാണ് ഇറാൻ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ബലൂചിസ്ഥാനിലെ സായുധ ഗ്രൂപ്പുകൾ ഈ പ്രതിഷേധങ്ങളെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായും ഇതിന് പിന്നിൽ അയൽ രാജ്യങ്ങളുടെ രഹസ്യ സഹായമുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു.